അപ്പം എൻ്റെ അടുത്ത് ഒരിക്കലും BKP അനൂപ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പല്ലിൽ കമ്പി ഇടണമെന്നോ മീശ എടുക്കണമെന്നോ മുടി അങ്ങനെ ആയിരിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. നമ്മുടെ മനസ്സിലേക്ക് വന്നതാണ്. ആ സൗഹൃദം കൊണ്ട് എനിക്ക് ആ ഫ്രീഡം യൂസ് ചെയ്യാൻ പറ്റും സിനിമയിലേക്ക്. രാജീവേട്ടനായിരുന്നു ക്യാമറ. അപ്പം അടുത്തൊരു സീനുണ്ടേ, രാജു, കാവ്യ, ഇന്ദ്രൻ എല്ലാവരും കൂടി വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആരാ പഠിക്കാൻ സമ്മതിക്കാത്തത് എന്നും പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടൊരു ലെങ്തി ഡയലോഗ്. എൻ്റെ ദൈവം എത്ര ടേക്കാണെന്നറിയോ, 10-12 ടേക്കൊക്കെ പോയി. അപ്പോൾ അമൽ വന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ല മച്ചനെ എന്നും പറഞ്ഞിട്ട്, ഇങ്ങനെ ക്യാരക്ടർ ഇതാണ്, ഇയാൾ ഇന്നതാണ് ക്യാരക്ടർ, സ്വന്തം അപ്പനെ വരെ കൊന്നിട്ടുള്ള ആളാണ്, ഐറ്റം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഫുള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് മച്ചനെ ക്യാരക്ടറൈസേഷൻ, ഇങ്ങനെയൊക്കെയാണ് പരിപാടി എന്ന് പറയും. മച്ചാൻ വില്ലനാണ്, അപ്പോൾ അതാണ് ഓപ്പോസിറ്റ്, ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ത് ബുദ്ധിമുട്ട്, നമുക്ക് ചെയ്യാം, ഒന്നും പ്രതി കൈ കൊടുത്തു. അങ്ങനെ അങ്കൂർ റാവുത്തർ എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞ് സംഭവം വന്നു. നടൻ ജയസൂര്യയാണ് ദ ക്യൂവിനൊപ്പം ഇന്ന് ചേരുന്നത്. ജയസൂര്യയുടെ തന്നെ കരിയറിലെ പ്രധാനപ്പെട്ട 10 കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങളിലേക്ക് വേണ്ടി ജയസൂര്യ പിന്നിട്ട വഴികളും എടുത്ത എഫേർട്ടുകളൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇന്ന് ഈ ഡിസ്കഷനിൽ നമ്മുടെ കൂടെ വിഫ്റ്റിലെ സ്റ്റുഡൻസും ചേരുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ജോൺ ലൂതർ ആണ് ഏറ്റവും പുതിയ സിനിമയായിട്ട് തിയേറ്ററിലേക്ക് വരുന്നത്. അതിലൊരു പോലീസ് കഥാപാത്രമാണ്. കുറച്ച് വർഷങ്ങൾക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ പോസിറ്റീവിലെ അനിയൻ, അത് കരിയറിലെ തന്നെ തുടക്കത്തിലെ പോലീസ് കഥാപാത്രമായിരുന്നു. അപ്പം അന്ന് ഇത്ര എക്സ്പീരിയൻസ് ഇല്ല. അന്ന് ഈ അഭിനയത്തിൽ ഉപയോഗിക്കാവുന്നത് ഒരുപാട് കണ്ടുമറന്ന ക്യാരക്ടേഴ്സിൽ നിന്നുള്ള ഇൻസ്പിറേഷനുകളാണ്. അനിയനിൽ നിന്ന് ഇന്നിപ്പോൾ ജോൺ ലൂതറിൽ എത്തി നിൽക്കുമ്പോൾ എത്രമാത്രം മാറുന്നുണ്ട് ജയസൂര്യ കാണുന്ന കാഴ്ചകൾ? അനിയനിൽ നിന്ന് ചേട്ടനിലേക്ക് എത്തുമ്പോൾ കുറച്ച് ഇതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് പറഞ്ഞതാണ് സത്യം. ഞാൻ പോലീസുകാരനായിട്ട് ആളുകൾ വിശ്വസിക്കും, കാരണം കോമഡി ഫുള്ള് ചെയ്തു വരണേ. അതിൽ നിന്ന് പോലീസ് ക്യാരക്ടർ പോസിറ്റീവ് വളരെ ഡെപ്തുള്ള ക്യാരക്ടറാണ്. ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ പോലീസുകാരനാണെന്ന് എന്നെ വിശ്വസിപ്പിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമം, ബോധപൂർവ്വമുള്ള ശ്രമം ആ സിനിമയിലുണ്ട്. അതിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു സീനുണ്ട്, പെണ്ണ് കാണൽ. ഞാൻ ഏതോ ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നത്, ഒരു പെണ്ണ് കാണൽ ചടങ്ങ് സംഭവമുണ്ട്. അപ്പോൾ അതിനകത്ത് ചായ തരുന്നു. ആ പെൺകുട്ടീനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നു, ചായന്ന് പോകുന്നു. അപ്പോൾ BKP പറഞ്ഞടാ, പോലീസ് ഓഫീസറല്ലടാ, അത്ര നീ ഒന്ന് കണ്ണുകൊണ്ട് ചിരിക്കടാ. ഞാൻ ചെയ്യാക്ക് ഭ്രാന്തായോ കണ്ണുകൊണ്ടിരിക്കാൻ എന്നാണ് എനിക്കപ്പോൾ തോന്നിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് BKP ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോഴാ ഹൃദയം കൊണ്ട് ചിരിക്കുക. പുള്ളി ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതൊക്കെ കഴിഞ്ഞ് വന്ന മനുഷ്യനല്ലേ. അപ്പോൾ എൻ്റെ അറിവ് കുറവുകൊണ്ടാണേ. അപ്പോൾ അങ്ങനെ ഞാൻ BKPയുടെ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഇത് കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കണ്ണുകൊണ്ട് ചിരിക്കുക. എന്നിട്ട് അങ്ങനെയാണ് പിന്നെ അതിൽ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ നുവാൻസസ് എനിക്ക് BKPയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് സട്ടിലായിട്ട് പെർഫോം ചെയ്യുക. ശരിക്കും പറഞ്ഞ് ഞാൻ എല്ലാവരോടും പറഞ്ഞു BKPയുടെ സത്യം പറഞ്ഞൊരു പടം ചെയ്യണം എല്ലാ ആക്ടേഴ്സും. ഒരു ആക്ടർ ശരിക്കും ട്രാൻസ്ഫോംഡ് ആവുന്നതാണ്. ഭയങ്കര ടെക്നീഷ്യനായിരുന്നു. ഭയങ്കര സുഖമാണ് വർക്ക് ചെയ്യാനും. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ അതിന് ഇതിലേക്ക് എത്തുമ്പോൾ, ഇപ്പം മുംബൈ പോലീസിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടിയൊക്കെ വന്നു. കാരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവും കാര്യങ്ങളും. പിന്നെ അങ്ങനെ പാഷനേറ്റ് അല്ല ആര്യൻ ജോൺ ജേക്കബ് സ്വന്തം പ്രൊഫഷനോട്. അദ്ദേഹത്തിന് ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് രണ്ടടിക്കുക, അല്ലെങ്കിൽ തമാശ പറയുക, കളി പറയുക. കാരണം പുള്ളി ആഗ്രഹിച്ചെടുത്ത പ്രൊഫഷനല്ല, അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടെടുത്തൊരു പ്രൊഫഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജോലിയോടുള്ള വലിയ സംഭവമൊന്നും മൂപ്പർക്കില്ല. അതൊന്ന്. പക്ഷെ നേരെ ഇതിലേക്ക് വരുമ്പോൾ അയാൾ ജീവിക്കുന്നത് ഇപ്പോൾ കൊച്ചി പോലത്തെ ഒരു സ്ഥലത്താണ്, വർക്ക് ചെയ്യുന്നത് വേറൊരു സ്ഥലത്താണ്, ഒരു വാഗമൺ പോലത്തെ ഒരു സ്ഥലത്താണ്. വളരെ പാഷനേറ്റാണ്. സ്വന്തം കുടുംബത്തേക്കാൾ വാല്യൂ കൽപ്പിക്കുന്നത് സ്വന്തം ജോലിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രം അമാനുഷികനല്ല, വളരെ നമ്മൾ സ്റ്റേഷനിലൊക്കെ കാണുന്നൊരു പോലീസുകാരനാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും ഇയാളെ സ്വയം വിശ്വസിക്കാനുള്ള കാര്യങ്ങളൊന്നും ഈ പടത്തിൽ ചെയ്തിട്ടില്ല. അയാൾ കോൺഫിഡൻ്റ് ആണ് അയാളുടെ ജോലിയിൽ. ഞാൻ പോലീസ് ഓഫീസറാണ് എന്താടാ എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡൊന്നുമില്ല. അങ്ങനെ പോലീസുകാരൻ്റെ മസിൽ കൊടുത്തുമില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്.
ജയേട്ടൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കരിയറിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ പറ്റിയാണ് ഇവർക്കും ചോദിക്കാനുള്ളത്. ട്രിവാൻഡ്രം ലോഡ്ജിലെ അബ്ദുവിൻ്റെ കഥാപാത്രം ഒരു ഫിസിക്കൽ അറ്റയർ കൊണ്ടാണെങ്കിലും സൗണ്ട് മോഡുലേഷൻ കൊണ്ടാണെങ്കിലും വളരെ വ്യത്യസ്തത നിറഞ്ഞൊരു കഥാപാത്രമായിരുന്നു. അബ്ദു എന്ന ക്യാരക്ടറിലേക്ക് ആവാനായിട്ട് എന്താണ് ചേട്ടൻ ചെയ്തത്? ആദ്യം തന്നെ ഇയാളൊരു കുളിക്കുകയില്ല, ജപിക്കുകയില്ല, അങ്ങനത്തെ ഒരാൾ അടുത്ത് വന്നാൽ തന്നെ മണം വരും ഇയാൾ. ഒരു വൃത്തിയില്ല, ഒരു നോട്ടവും കാരണം പെണ്ണുങ്ങളെ കാണുമ്പോഴൊക്കെ ഒരു ഭയങ്കര അങ്ങനത്തെ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. വേറെ ഒന്നിനോടൊന്നും പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വന്തമായിട്ടൊരു ശ്രദ്ധയില്ല, സ്വന്തം ശരീരത്തോട് സ്നേഹമൊന്നുമില്ല, അങ്ങനത്തെ ഒരു മനുഷ്യനായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു രൂപം. പിന്നെ മാത്രമല്ല, ഒരാൾ വന്നിട്ട് ഇയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. നമ്മളൊരാളുടെ അപ്രീസിയേഷൻ ഉണ്ടെങ്കിലല്ലോ ഒരാളൊന്ന് നന്നാവുള്ളൂ. ഒരു അപ്രീസിയേഷൻ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അപ്രീസിയേഷൻ ഉണ്ടാവില്ല. ഇന്ന് പോയി കുളിച്ചത് എന്ന് പറയുള്ളൂ ചിലപ്പോൾ. അപ്പം അങ്ങനത്തെ ആ ലോഡ്ജും അങ്ങനെ തന്നെ, ആ ലോഡ്ജിന് തന്നെ ഒരു നാറ്റുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു അപ്പിയറൻസും പല്ലിൽ കമ്പിയൊക്കെ ഇട്ട് അങ്ങനെ ഒരു രൂപം, അങ്ങനെയാണ് മനസ്സിലേക്ക് തെളിഞ്ഞത്. അതൊരു ദൈവാനുഗ്രഹമാണ് കേട്ടോ. കാരണം ചില കഥകൾ കേൾക്കുന്ന സമയത്ത് രൂപം അങ്ങനെ തെളിഞ്ഞു വരാറുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ഒരിക്കലും VKP അനൂപ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പല്ലിൽ കമ്പി ഇടണമെന്നോ മീശ എടുക്കണമെന്നോ മുടി അങ്ങനെ ആയിരിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ മനസ്സിലേക്ക് വന്നതാണ്. ആ സൗഹൃദം കൊണ്ട് എനിക്ക് ആ ഫ്രീഡം യൂസ് ചെയ്യാൻ പറ്റും സിനിമയിലേക്ക്. VKP എനിക്ക് ഇങ്ങനെ രൂപമാണ് വന്നത്, അത് കൊള്ളടാ, അത് നല്ലതാ എന്ന് പറഞ്ഞു. 3 ദിവസം അത് ഷൂട്ട് ചെയ്തു. 3 ദിവസം ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഇയാൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇത് പറഞ്ഞപ്പോൾ ഓർക്കണം. കാരണം എന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലർ സീൻ എടുക്കുന്നു, മറ്റേ ഒരു കാറിൽ ഇങ്ങനെ ഉരച്ചിട്ട് പോകുന്നു, പിന്നെ എന്തോ സോങ് ഒക്കെ എടുക്കുന്നു, ഡയലോഗ്സ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ് എനിക്കുണ്ട്. കാരണം ഇയാൾ എങ്ങനെയാണ് ഇത് പറയുക എന്നുള്ളൊരു കാര്യം എനിക്ക് കിട്ടുന്നേ ഇല്ല. രൂപം കിട്ടി, ഭാവം കിട്ടി, ഇപ്പോൾ വാ തുറക്കണ്ടേ, സംസാരം വന്നാലേ എല്ലാം ട്രാക്കിലാവുള്ളൂ. അപ്പോൾ ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഒരു റിഹേഴ്സൽ എടുത്തു, ഒരു സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇതെൻ്റെ സിസ്റ്ററാണെന്ന് എന്തോ പറയുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ പറയണമെന്ന് കിട്ടുന്നില്ല. ഞാൻ ഫുള്ള് അങ്ങോട്ട് കൊച്ചി അങ്ങോട്ട് പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് വാക്കുകളും ക്ലാരിറ്റിയൊന്നുമില്ല. ഇതെൻ്റെ ഇതാണ്, ഇതെൻ്റെ സിസ്റ്ററാണ് എന്നൊക്കെ പറഞ്ഞ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഇന്ന് ഓർക്കട്ടെ അവിടെ കിടന്ന് ഞാൻ തുള്ളിച്ചാടിയത്. കാരണം കിട്ടി, മറ്റേ ലാലേട്ടൻ ക്ലൈമാക്സ് കിട്ടി എന്ന് പറഞ്ഞ പോലെ ക്യാരക്ടർ കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു ക്യാരക്ടർ ആവുക. ശബ്ദം കൊണ്ടും രൂപം കൊണ്ടും ഭാവം കൊണ്ടും നടത്തം കൊണ്ടും മെൻ്റൽ ആറ്റിറ്റ്യൂഡ് കൊണ്ടും എല്ലാം കൊണ്ട് ചേർന്ന് വരുമ്പോഴാണ് ഒരു ക്യാരക്ടറിനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് മറ്റുള്ളവരും വിശ്വസിക്കുക. അതെ. ഇപ്പോൾ അബ്ദു എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഫേസിൽ ഒരുപാട് ഇമോഷൻസ് ഒന്നും അതിനകത്തില്ല, ജസ്റ്റ് സട്ടിലായിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് ഡയറക്ടറിൻ്റെ എന്തുമാത്രം ഇൻപുട്ട് ഉണ്ടായിരുന്നു, അതോ ജേട്ടൻ തന്നെ അതിനെ? അതെ, എനിക്ക് തന്നെ തോന്നി. കാരണം ഒരു വികാരമില്ലാത്ത മനുഷ്യനായിരിക്കുമല്ലോ ഇയാൾ. കാരണം ഒരു കണ്ടു എന്തോ അങ്ങനെ ഒന്നും ചോദിക്കില്ല ഇയാൾ. എല്ലാം ഇങ്ങനെ ഇയാൾ നോട്ടമാണ്, മുഖത്ത് എന്ത് വന്നു, സന്തോഷം വന്നു, ചിരി വന്നു, സങ്കടം വന്നു, ഒന്നും മനസ്സിലാകാത്തൊരു രൂപം. അത് എനിക്ക് തോന്നിയതാ അയാൾ അങ്ങനെ ആയിരിക്കും. അപ്പം അത് VKPക്കും ഓക്കെ ആയിരുന്നു. അബ്ദുവിനെ പറ്റി പറയുമ്പോൾ തന്നെ ക്ലാസ്മേറ്റ്സിലെ സതീശൻ കഞ്ഞിക്കുഴി, ക്ലാസ്മേറ്റ്സിന് കിട്ടുന്ന കയ്യടികളിൽ സതീശനും തിയേറ്ററിൽ കയ്യടി വാങ്ങുന്നുണ്ട്. വളരെ ക്രൂക്കഡായ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവ്. സതീശനെ കുറിച്ചും ഇവർക്ക് ചോദിക്കാനുണ്ട്. കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ്, ഒരു ക്രൂക്കഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിനകത്ത് പറയുകയാണെങ്കിൽ മെയിനായിട്ടൊരു ഇൻമെച്യൂറായിട്ടൊരു വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരിൽ നിന്നും കുറച്ചും കൂടി ഒരു മെച്യൂറായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരിലേക്കാണ് ആ ക്യാരക്ടർ പോകുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്ത എഫേർട്ട്, കാര്യങ്ങൾ, അതിനൊരു ട്രാൻസ്ഫോർമേഷൻ, അതൊക്കെ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തത്? ഒരു എഫേർട്ടും ചെയ്തിട്ടില്ല, അത് സത്യസന്ധമായിട്ട് പറയാം കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അന്നൊന്നും അത് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അതൊരു വൻ ഉഴപ്പനായിരുന്നു സിനിമയെ. ഞാനൊന്നും സിനിമ ആളുകൾ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും, സിനിമയിലുള്ളവരും സിനിമയെ സീരിയസ് ആയിട്ട് ഉള്ള സമയം തന്നെയാണ്. പക്ഷെ ഒരുപാട് സിനിമകൾ സംഭവിച്ചുകൊണ്ടിരുന്ന സമയം. അപ്പോൾ ആക്ടേഴ്സ് അങ്ങനെ വളരെയധികം ചൂസ് ചെയ്യുന്നില്ല, കിട്ടുന്ന സിനിമകളൊക്കെ അങ്ങനെ ചെയ്തു പോകുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അത്രമാത്രം ഇന്നത്തെ അത്ര അല്ല. ഈവൻ ടെക്നീഷ്യൻസും ഒക്കെ അല്ലേ ഇപ്പോൾ എനിക്ക് ആ സിനിമ വേണ്ട, അല്ലെങ്കിൽ പണ്ട് അങ്ങനെയല്ല, ഏത് സിനിമ വിളിച്ചാലും എല്ലാവരും പോകും, അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ ക്ലാസ്മേറ്റ്സ് സംഭവിക്കുമ്പോഴും ഏകദേശം ആ കാലമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ക്ലാസ്മേറ്റ്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സതീശൻ, പേരെന്തോ പേരാണ് ഇയാളുടെ, ഞാനാണ് കഞ്ഞിക്കുഴി എന്നുള്ള പേരിട്ടത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ലാലിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ്, കോട്ടയത്ത് ഞാൻ നസീർക്കയുടെ ട്രൂപ്പിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഏരിയയിലെ സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. എനിക്ക് കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ പേര് തന്നെ ഹ്യൂമർ കിട്ടും. ലാലിച്ചേട്ടൻ അത് പറഞ്ഞു, അത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പേര്, അത് കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ സതീശൻ കഞ്ഞിക്കുഴി എന്നുള്ള പേര് പറഞ്ഞത്. പിന്നെ ക്യാരക്ടർ അതിനിപ്പം കാര്യങ്ങളൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കോളേജിൽ ചില ചേട്ടന്മാർ വരും, മുണ്ട് മടക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് കുത്തുക, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്.
അതൊക്കെ ഞാൻ അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സ്ക്രിപ്റ്റിൻ്റെ ഗുണം കൊണ്ടാണ് ആ ക്യാരക്ടർ നന്നായി എന്ന് എല്ലാവരും പറയണം. അതല്ലാതെ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഇന്നും. കാരണം എന്ന് വെച്ചാൽ നല്ല ഉഴപ്പനായിരുന്നു. ഡയലോഗ്സൊക്കെ ഞാൻ ഇന്നും ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ദൈവമേ, ഞാൻ വെച്ചാൽ ക്യാൻ ഫെസ്റ്റിന് പോകുന്നു ആ പടം. കാരണം അത്രമാത്രം ക്യാൻ ഫിലിം ഞാൻ തിന്നിട്ടുണ്ട്. അത്ര ഫിലിം ഞാൻ തിന്നിട്ടുണ്ട്. കാരണം രാജീവേട്ടനായിരുന്നു ക്യാമറ. അപ്പം അടുത്തൊരു സീനുണ്ടേ, രാജു, കാവ്യ, ഇന്ദ്രൻ എല്ലാവരും കൂടി വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആരാ പഠിക്കാൻ സമ്മതിക്കാത്തത് എന്നും പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടൊരു ലെങ്തി ഡയലോഗ്. എൻ്റെ ദൈവമേ എത്ര ടേക്കാണെന്നറിയോ, 10-12 ടേക്കൊക്കെ പോയി. എനിക്കൊണ്ട് വിഷമം വരണം. ഒരു ടേക്ക് 2 ടേക്ക് പോകുമ്പോൾ കോൺഷ്യസ് ആവും ആക്ടേഴ്സ്. ഇപ്പോൾ അത് എൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ പിന്നെ പറഞ്ഞുതരാം. അന്ന് ഭയങ്കര കോൺഷ്യസ് ആവും. അപ്പോൾ ഞാൻ വന്നിട്ട് ഡയലോഗ് പറയുന്നു, ഇതെല്ലാം തെറ്റിപ്പോണു. അപ്പോൾ രാജുവിൻ്റെ ഇപ്പം കൂടെ നിൽക്കുന്നവന്മാർ ഈ സമാധാനിപ്പിക്കുമെങ്കിലും നമുക്ക് സമാധാനമൊക്കെ ടെൻഷനാണ്. ഓക്കേടാ നീ ഓക്കേടാ എന്നൊക്കെ പറയുമ്പോൾ ദൈവമേ ഞാൻ കാരണം ഇത്രയും പേര് വെയിറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു. അത് ഞാൻ എന്താണ് എനിക്ക് പറ്റാത്തത്, എന്താ ഡയലോഗ്. രാജു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഫോട്ടോസ്റ്റാറ്റ് മെമ്മറി ഒരു തവണ വായിച്ചിട്ട് പഠിക്കുന്ന പിള്ളേരാണല്ലോ ഇവരൊക്കെ. ഇവരെ കൊണ്ട് ഇങ്ങനെ കുഴപ്പമുണ്ട്. ഇന്ദ്രനും രാജു ഒക്കെ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ, നമ്മളങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഒന്നും തലയിൽ കയറില്ല. അപ്പോൾ എനിക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനപ്പോൾ അന്ന് പോയിട്ട് ഒരു ബുക്ക് വായിക്കുക രാത്രി, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര വിഷമം, ഇതെന്താ ഡയലോഗൊന്നും തലയിൽ കയറാത്ത, വലിയ പേജ് ഡയലോഗാണ്, അവർ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ബുക്കിലൊരു വരിയാണ്, ഒരു തീപ്പെട്ടിക്കുള്ളി എടുത്തിട്ട് നിങ്ങളൊരു ഗ്രൗണ്ടിൽ, ഭയങ്കര വെയിലുള്ളൊരു ഗ്രൗണ്ടിൽ നിങ്ങൾ നിന്ന് എത്ര നേരം നിങ്ങൾ ആ തീപ്പെട്ടിക്കുള്ളി വെച്ചിരുന്നാലും കത്തില്ല. നേരെ മറിച്ച് ഒരു ലെൻസ് അതിലേക്ക് ചേർത്ത് പിടിച്ചാൽ 1 മിനിറ്റ് കൊണ്ട് അത് കത്തുന്നത് കാണാം. അപ്പോൾ ഫോക്കസാണ് ഏറ്റവും പ്രധാനം. എനിക്കതിൽ നിന്ന് മനസ്സിലായി, എൻ്റെ ഫോക്കസ് ഇല്ലായ്മ എൻ്റെ വലിയ പ്രശ്നമായിരുന്നു. ഞാൻ ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കും, ഞാൻ ആരെങ്കിലും ചിരിപ്പിക്കാൻ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, അങ്ങനത്തെ ഒരു ഇന്നർ ലെയർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. ആ സാധനം അങ്ങോട്ട് മാറി കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ബെറ്ററായത്. അതായത് പെട്ടെന്ന് ക്ലാസ്മേറ്റ്സ് പറഞ്ഞപ്പോൾ ഇതൊക്കെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടർ ഇന്ന് കാണുമ്പോൾ എനിക്ക് കുറേ നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ക്ലാസ്മേറ്റ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് ബന്ധം കൂടെ അവിടെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതെ. പൃഥ്വി, ഇന്ദ്രജിത്ത്, നരേൻ, ജയസൂര്യ, നിങ്ങളുടെ ഒരു ബോണ്ടിങ് കൂടെ അവിടെ വളരെയധികം ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ സിനിമയിൽ സ്ക്രീനിൽ 2 പാർട്ടിക്കാരാണ്, വഴക്കുകളൊക്കെ ആണെങ്കിലും ഓഫ് ദ സ്ക്രീനിൽ നിങ്ങൾക്കും കൂടെ അവിടെ ഒരു ഹാങ് ഔട്ട് പോലെ ആയിരുന്നു. എല്ലാവരും ഒരുമിച്ച് കുറച്ചധികം നാൾ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ സൗഹൃദം അത് എത്രമാത്രം സ്ട്രോങ് ആവുന്നുണ്ട് ഈ ക്ലാസ്മേറ്റ്സും അതിൻ്റെ ചിത്രീകരണമൊക്കെ ബന്ധപ്പെട്ട്? ഞങ്ങൾ കൂടുന്ന ലൊക്കേഷൻ ഇപ്പം എനിക്കൊണ്ട് ലാസ്റ്റ് അമറക്കബാണ് അഭിനയിച്ചത്. അതിൽ വരും ഭയങ്കര ചിരിയും തമാശയുമുള്ള, നമുക്കതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. ക്ലാസ്മേറ്റ് സമയത്ത് ഞാനൊരു റൂമിലും ഇന്ദ്രൻ ഒരു റൂമിലും. അപ്പോൾ സെൻറ്റർ ഡോറ് തുറന്നു കഴിഞ്ഞാൽ റൂമിലേക്ക് വരാം. ആ സെൻറ്റർ റൂം അത് എന്നും തുറന്നാണ് കിടക്കുന്നത്. കാരണം ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. രാത്രി വരിക, എല്ലാവരും എൻ്റെ റൂമിലിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ഇവരെ രാജു ഇന്ദ്രനെ കഴിച്ചിട്ട് പോകും. അവർക്ക് പ്ലേറ്റ് എടുത്തൊന്നും പരിചയമില്ല. ഇത് പിന്നെ പ്ലേറ്റ് കഴുകി വയ്ക്കുന്നത്, പാത്രം കഴുകുന്നതൊക്കെ എൻ്റെ ജോലിയാണ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പോകും. ഭയങ്കര രസമായിരുന്നു ആ ലൊക്കേഷൻ. പിന്നെ എന്നെക്കൊണ്ട് നല്ല അതിക്രമം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പെട്ടി ഓട്ടോറിക്ഷ സാധനം വന്നു. നമുക്ക് ഈ ഓർഡർ ചെയ്ത് പരിചയമില്ലാത്ത ഒരു ലോഡ്. ഞാൻ പിന്നെ ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ പണിതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ പണി തന്നതാണെന്നാണ് രാജു പറയണത്. പക്ഷേ അല്ലാതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഓർഡർ ചെയ്തത് മാറിപ്പോയി. കുറേ സാധനങ്ങൾ, കരിമീനും മീനും മറ്റേതും മറിച്ചതൊക്കെ ആയിട്ട് ഒരു മനുഷ്യനിങ്ങനെ കഴിക്കാൻ പറ്റുമോ? ലാസ്റ്റ് ഇതെല്ലാം എടുത്തിട്ട് രാജീവേട്ടനും ലാലുച്ചേട്ടനും എല്ലാം കൊടുത്തു. പക്ഷെ ഇന്നും ആലോചിക്കുമ്പോൾ കുറേ നല്ല മെമ്മറീസ് ആ പടത്തിലുണ്ട്. ആ ഒരു സത്യമാണ് പറഞ്ഞത്. ഭയങ്കര തമാശയും കളിയും വന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് വില്ലൻ കളിയാണ്. ഇപ്പുറത്ത് വന്നിട്ട് അവൻ്റെ ശത്രു ഞാൻ, എൻ്റെ ശത്രു അവൻ എന്നുള്ള രീതിയിലാണല്ലോ ആ പടത്തിൽ. കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. ഒരു സ്ക്രിപ്റ്റ് കേൾക്കുന്നു, അതിലെ കഥാപാത്രമായിട്ട് ലോക്കാവുന്നു, ക്യാമറയ്ക്ക് മുന്നിലുള്ള ആദ്യ ദിവസം, അതിന് തലേന്നാൾ ഈ കഥാപാത്രമായി മാറാനായിട്ട് എടുക്കുന്ന എഫേർട്ടുകൾ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണോ, അതോ അത്രയധികം റിലാക്സ്ഡ് ആയിട്ടാണോ ഈ ക്യാരക്ടറിലോട്ടുള്ളൊരു മാറ്റം സംഭവിക്കുന്നത്? നമ്മൾ ആദ്യമൊക്കെ ചെയ്തിരുന്നപ്പോൾ നാളെ ഷൂട്ടാണല്ലോ എന്നുള്ള ടെൻഷനും അതിൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പോകെ നമ്മളിതിനെ സ്ട്രെസ്സായിട്ടല്ല കാണേണ്ടത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ തമ്പുരുവൊക്കെ അതിൻ്റെയൊക്കെ സ്ട്രിങ് കണ്ടിട്ടില്ല, അത് ഒരുപാട് ടൈറ്റ് ചെയ്യാനും ഒരുപാട് ലൂസാക്കാനും പാടില്ല. അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടില്ല. അതിനൊരു ഇതുണ്ടല്ലോ, അതിന് മീഡിയം എന്ന് പറഞ്ഞതുപോലെ വേണം. ക്യാരക്ടർ നമ്മളെ ഉപദ്രവിക്കാൻ പാടില്ല, നമ്മൾ ക്യാരക്ടറിനെ ഉപദ്രവിക്കാൻ പാടില്ല.
അങ്ങനെ വേണം ഇതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്ലോയിലാണ് അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ അന്വേഷണങ്ങളും നടക്കുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ. കാരണം നമുക്ക് അറിയില്ലല്ലോ ആ വഴി, പരിചയമില്ലാത്ത വഴികളിലൂടെ ഇങ്ങനെ പോവുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ചായില്ലേ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ആ വഴി കുറച്ചും കൂടെ എളുപ്പമായി. ഈ ചില കഥാപാത്രങ്ങൾ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളുണ്ട്. ഒരുപക്ഷെ അഭിനയിച്ച് തുടങ്ങുന്നത് ഒരു കഥാപാത്രത്തിന്റെ ജേണിയിലൂടെ തുടക്കം മുതൽ ഒരു ഓർഡറിലായിരിക്കണം എന്നില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള ഭയങ്കര സങ്കീർണമായ സീനുകളായിരിക്കും ആദ്യം ചിത്രീകരിക്കുന്നത്. അത്തരം സമയങ്ങളിൽ ഈ പറയുന്ന ടെൻഷൻ, അതിൻ്റെതായ സ്ട്രെസ്സുകൾ, ഇതെല്ലാം എഫക്റ്റ് ചെയ്യാറുണ്ടോ? ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പം അങ്ങനെയില്ല. പണ്ടെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു സിനിമ ചെയ്തിരുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണം കങ്കാരു എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് വില്ലൻ ചെയ്യണത്. അപ്പം ഞാൻ തലേ ദിവസം തൊട്ട് അതിൻ്റെ ഒരു പ്രോസസ്സിലും കാര്യങ്ങളും ഈവൻ ലൊക്കേഷനിൽ അങ്ങനെയാണല്ലോ നമുക്ക് പറഞ്ഞൊക്കെ തരിക. ഈ അഭിനയത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആ മൂഡിലിരിക്കണം അങ്ങനെ. അപ്പോൾ ഓഫ് കോഴ്സ് ചിലപ്പോൾ തുടക്കം അങ്ങനെ തന്നെ വേണമായിരിക്കും. ഞാനും അങ്ങനെ തന്നെ ആ മൂഡിൽ രാവിലെ തൊട്ട് ഇങ്ങനെ മിണ്ടാതൊക്കെ ഇരിക്കുക, ആ ഒരു ഇത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് വൈകുന്നേരം അത് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യും, ഡ്രെയിൻഡ് ആവും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും. കാരണം ഇത്രയും ലോഡൊക്കെ എടുത്ത് തലയിൽ വെച്ചേക്കല്ലേ, രാവിലെ തൊട്ട് ഫിസിക്കലി വീക്കാന്ന് വെച്ചാൽ മെൻ്റലി രാവിലെ തൊട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ മേ ബി അങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ ഇപ്പോൾ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇപ്പോൾ ആദ്യം അങ്ങനെ വേണ്ടി വന്നായിരിക്കാം. കാരണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ക്യാമറയുടെ മുമ്പിൽ നമ്മൾ ഭയങ്കര ഡ്രെയിൻഡായിട്ട് പോവും. നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പോയി ക്യാമറ ആക്ഷനും കട്ടിനും നമുക്ക് ടക്കെന്ന് മാറാൻ പറ്റുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ തമാശയൊക്കെ പറഞ്ഞിരിക്കും, അത് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരും. അത് എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്നതാണ് കേട്ടോ. പക്ഷെ ആദ്യം അങ്ങനെയൊക്കെ നമ്മൾ അത്രയും പ്രിപ്പറേഷനും അത്രയും ആലോചനയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. ഇവർക്കിനി ചോദിക്കാനുള്ളത് വെള്ളത്തിലെയും ലുക്കാ ചുപ്പിയിലെയും മദ്യപാനികളായ രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ചാണ്. ലൂക്കാ ചൂപ്പിലെ റഗ്രാം എന്ന് പറയുന്ന കഥാപാത്രം ഒരു ക്രോണിക് ആയിട്ടുള്ള ആൽക്കഹോളിക് കഥാപാത്രമാണ്. അതേപോലെ തന്നെയാണ് വെള്ളത്തിലെ മുരളി എന്ന് പറയുന്ന കഥാപാത്രം ഒരു മുഴുവൻ സമയ മദ്യപാനിയാണ് പുള്ളി. അപ്പോൾ അങ്ങനെ ഒരു ഒബ്വിയസ് ആയിട്ടുള്ള ഒരു സമാനതയുള്ള രണ്ട് കഥാപാത്രങ്ങൾ, എന്നാൽ രണ്ട് തലത്തിൽ നിൽക്കുന്ന രണ്ട് രീതിയിലുള്ള രണ്ട് സ്വഭാവങ്ങളുള്ള കഥാപാത്രങ്ങൾ. അപ്പോൾ ഇവരെ അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് മദ്യപിച്ച ശേഷമുള്ള ഇവരുടെ പെരുമാറ്റങ്ങളിലും മാനറിസംസിലൊക്കെ ഒരു റെപ്പിറ്റേറ്റീവ്നെസ്, ഒരു സമാനതയോ തോന്നാതിരിക്കാൻ ബോധപൂർവമായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബോധേഡായിരുന്നു അങ്ങനെ ഒരു സമാനത വരരുതെന്നല്ല, സമാനത ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇതിനകത്ത് വിദ്യാഭ്യാസം, വളർന്ന സാഹചര്യം, കുടുംബം, ഇതെല്ലാം സാമ്പത്തികം, ഇതെല്ലാം പെർഫോമൻസിനെ ബാധിക്കുകയും ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ലുക്കാ ചുപ്പിയിലെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അയാൾ ഒരു എന്താ പറയുക, ലൂയി വിറ്റോൺ പോലത്തെ, ഗുച്ചി പോലത്തെ ഷോപ്പൊക്കെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഭയങ്കരമായിട്ട് പൈസയൊക്കെ സമ്പാദിക്കുന്ന ഒരാളാണ്. അയാൾക്ക് ദുബായിൽ ഫ്ലാറ്റ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, വൺ റിച്ച് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ അയാൾ ഇപ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം, പൈസയ്ക്ക് അപ്പുറത്തേക്കൊരു ലോകമുണ്ട്. അത് എന്താണെന്ന് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. അതിനകത്ത് ഭാര്യ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഒരു ബന്ധനങ്ങളാവരുത്. അതുകൊണ്ട് എനിക്ക് ഇതിന് ആവശ്യമില്ല. അപ്പോൾ അയാൾ മദ്യപിക്കുമ്പോഴത്തേക്കും അയാൾ കാണുന്ന അല്ലെങ്കിൽ എന്താ പറയുക, ആ മദ്യപാനവും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. അയാൾ കുടിക്കുന്നത് ഭയങ്കര വില കൂടിയ മദ്യങ്ങളും ആറ്റിറ്റ്യൂഡും ഇയാളുടെ ഇൻറ്റൻഷനും എല്ലാം വേറെയാണ്. കാരണം അയാൾ ഫുൾ ടൈം സിഗരറ്റ് വലിക്കുന്നുണ്ട്, ഇയാൾ വെള്ളം അടിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് ഐ ഹാവ് ടു ഗോ സംവെയർ, എനിക്ക് എങ്ങോട്ടെങ്കിലുമാണ് പോകേണ്ടത്, എനിക്ക് എൻ്റെ ഹാപ്പിനെസ്, എനിക്ക് എൻ്റെ റിയൽ സെൽഫ് അന്വേഷിച്ച് പോവുക, റിയൽ ഹാപ്പിനെസ് എന്താണെന്ന് അറിയുക, അതിലേക്കാണ് അയാളുടെ സെൽഫ് അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ അയാളുടെ എന്താ പറയുക, അയാളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും, അയാളുടെ ഡ്രസ്സിങ് സ്റ്റൈല് വേറെ ആയിരിക്കും. ഒന്ന് നേരെ മറിച്ച് വെള്ളത്തിലേക്ക് വരുമ്പോൾ ഇയാൾ ചെറുപ്പത്തിലോ ചിലപ്പോൾ വല്ല 10 എന്താ പറയുക 8 10 പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സായിട്ട് കൂടി തമാശയ്ക്കൊക്കെ വെള്ളം അടിച്ചു തുടങ്ങി ഇയാൾ വെള്ളം അടിച്ച് അഡിക്റ്റായിപ്പോയി, ഫ്രണ്ട്സൊക്കെ വേറെ ലെവലിലായി പോയി. ഇയാൾക്ക് ഈ വെള്ളമടി മാറ്റാൻ പറ്റുന്നില്ല. ഇയാൾക്ക് എന്ത് ചെയ്യണം എന്നറിയാം, അതൊരു രോഗമായി മാറി. സാമ്പത്തികവും വിദ്യാഭ്യാസവും ഒന്നും അധികമില്ലാത്ത ഒരാൾ വെള്ളം അടിച്ച് കഴിയുമ്പോൾ അയാളുടെ ചിന്തകളും കാര്യങ്ങളും എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്നു പോയാൽ മതി. ഭാര്യയൊക്കെ ഉണ്ട്, എനിക്ക് പക്ഷേ വെള്ളം അടിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് വരും. അപ്പോൾ ഇതിൻ്റെ ബോഡി ലാംഗ്വേജും ഇതെല്ലാം വേറെ വരില്ലേ. അപ്പോൾ അങ്ങനത്തെ രണ്ട് ക്യാരക്ടറൈസേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എങ്കിലും വെള്ളമടിക്കുന്ന ഒരു ജസ്റ്റേഴ്സ് ചിലപ്പോൾ സെയിം വന്നേക്കാം, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ബോധപൂർവമായിട്ടൊക്കെ നോക്കിയിട്ട് അത് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കി നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ അധികം വേണ്ടി വന്നില്ല കേട്ടോ. കാരണം അയാളെക്കുറിച്ചുള്ള ചിന്ത പോലും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ, അതുകൊണ്ടാണ്.
അതിൽ രഘുറാം ഒരുപാട് പ്രിവിലേജുകളുള്ള ചെറിയൊരു ധാർഷ്ട്യ സ്വഭാവമുള്ള കുറച്ച് ഇൻ്റലക്ച്വലായൊരു അതെ. കഥാപാത്രമാണ്. അതേസമയം തന്നെ ഇപ്പോൾ ദിനേശ് പ്രഭാകർ അവതരിപ്പിച്ച ബെന്നി എന്ന് പറയുന്ന ഓട്ടോറിക്ഷക്കാരനായൊരു കഥാപാത്രം, രണ്ടും ആക്ച്വലി സൊസൈറ്റിയുടെ തന്നെ രണ്ട് സ്റ്റാറ്റസ് ലെവലിൽ നിൽക്കുന്ന രണ്ട് രീതിയിലുള്ള കഥാപാത്രങ്ങളാണ്. ഇവർ മദ്യപിക്കുന്ന രീതിയിൽ പോലും അവർ ഇരിക്കുന്ന രീതിയിൽ പോലും ആ ഒരു വ്യത്യാസങ്ങളുണ്ട് ആ കഥാപാത്രങ്ങളുണ്ട്. ആ ഒരു കോൺട്രാസ്റ്റ് ഒരു ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുമിച്ച് ആ സ്ക്രീനിൽ വരുമ്പോൾ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുമ്പം രണ്ട് തലത്തിലുള്ള കഥാപാത്രങ്ങളാണ്, രണ്ട് രീതിയിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ആക്ടേഴ്സ് എന്നുള്ള രീതിക്ക് എന്തെങ്കിലും ശ്രമിച്ചിട്ടില്ല. പിന്നെ അത് ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. വൺസ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ ഇരിക്കാനേ പറ്റൂ. അയാൾക്ക് ക്യാരക്ടർ അങ്ങനെ കിട്ടി, അതുകൊണ്ടാണ് ബെന്നി അങ്ങനെ ഇരിക്കുന്നത്. അയാൾ ഇങ്ങനൊരു വിധേയത്വവും നിങ്ങൾക്ക് ഇത്തരം പൊസിഷനിലായല്ലടാ, ഞാൻ എങ്ങും എത്തിയില്ലടാ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അയാൾക്ക്. ഇയാൾക്കെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇയാളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ പക്ഷേ ബെന്നി നീ നിന്നെ താഴ്ത്തി വെച്ചാലും എനിക്ക് നീ പഴയ ഫ്രണ്ട് തന്നെയാണെന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. കാരണം ഇയാൾ കുറച്ചും കൂടി ലിബറേറ്റഡ് ആയിട്ടുള്ള സോളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ എല്ലാവരെയും ഒരേപോലെ കാണാൻ പറ്റണത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡും നോട്ടവും കാര്യങ്ങളും എല്ലാം അയാളൊരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലാണ് ഇപ്പോഴും രഘുറാം. പിന്നെ രഘുറാമിന്റെ അറ്റേറിലായാലും ചേട്ടൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ കോസ്റ്റ്യൂമൊക്കെ വേറെ ആയിരുന്നു, പിന്നെ കിട്ടിയില്ല. ക്യാമറമാൻ്റെ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ടപ്പോൾ ആ ഒരു പരിപാടി ഞാൻ ദൈവാനുഗ്രഹം ദൈവത്തെയൊക്കെ മുമ്പിൽ കണ്ടുപോയൊരു നിമിഷം അതാണ്. എൻ്റെ ദൈവമേ, ഞാൻ ഇന്നും മറന്നിട്ടില്ല കേട്ടോ. അത് മുരളി, ഞാനപ്പോൾ എന്തോ പുറത്തുനിന്ന് ഇവിടെ ദുബായിൽ എന്തോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരിക. അപ്പോൾ നേരെ ലൊക്കേഷനിലേക്കാണ് വന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും ക്യാരവാൻ്റെ അത് പറഞ്ഞാണല്ലേ ലാഗാവോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലൈമാക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാരവാൻ്റെ അകത്തിരിക്കും മുരളി ഇങ്ങനെ ഇരുന്ന് എന്തോ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചന്ദൻ്റെ മുരളി എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് എൻ്റെ ഡ്രസ്സ് ഇത് ജയൻ്റെ ഡ്രസ്സാട്ടോ. ഞാൻ പറഞ്ഞാണോ, നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ബ്ലൂ ടോൺഡ് ജീൻസുമാണ് വെച്ചേക്കണത്. അപ്പം ഞാൻ ഇട്ടിട്ട് തന്നെ ടൈറ്റ്, അതുപോലെ സമാധാനമുണ്ട്, വലിച്ചൊക്കെ വേണമെങ്കിൽ ഇത് ലൂസാക്കാം. പക്ഷേ എനിക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല രഘുറാമിന്. ഈ എന്തോ പോലെ ഇരിക്കണം, കിട്ടുന്നേ ഇല്ല. ഞാൻ പറഞ്ഞു മുരളി ഷോട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് തുടങ്ങട്ടെ, ഏകദേശം 5 മണിയോ എങ്ങാണ്ടായി. കാരണം ഞാൻ ക്യാരവനിലേക്കൊന്നുമില്ല, ഡ്രസ്സൊക്കെ ഓൾറെഡി റെഡി അല്ലേ, നേരെ ലൊക്കേഷനിലേക്കാണ് പോയത്. അവരോട് കുറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു ഇവിടെ വന്നപ്പോഴാണ് ഈ അപകടം മനസ്സിലായത്. എൻ്റെ അമ്മ എന്ത് ചെയ്യും എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു മുരളി എനിക്ക് ആകെ ഇതായിട്ട് ഭയങ്കര ടെൻഷനായി. മുരളി എനിക്ക് ആളെ കാണാൻ പറ്റുന്നില്ല മുരളി, ഇതല്ല അയാളുടെ രൂപം. അയ്യോ ജയ ഇപ്പം എന്ത് ചെയ്യും? ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഡോറ് തുറന്ന്, അതേ ഞാൻ പറയും ദൈവാനുഗ്രഹം, ദൈവത്തെ മുമ്പിൽ കണ്ട നിമിഷം തുറന്നു. ആ ജയ എന്തുണ്ട്, ഞാൻ എന്തുണ്ടെന്നൊക്കെ പറഞ്ഞത് മാത്രം കേട്ട് ഞാൻ പക്ഷേ ഡ്രസ്സിലേക്കാണ് നോക്കിയത്. ഞാൻ എൻ്റെ ക്യാമറമാനാണ്, ഞാൻ പുള്ളിയുടെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ബിനു എന്താ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇത് എനിക്ക് തരൂ, ഈ ഡ്രസ്സ് എനിക്കൊന്ന് അഴിച്ചു തരുമോ? അയ്യോ ഇത് രാവിലെ ഇട്ടത്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇങ്ങോട്ട് അഴിച്ചു തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ തോർത്തുണ്ട്, സാധാരണ ഈരയുടെ തോർത്തുണ്ട്, ആ തോർത്ത് വെച്ചിട്ട് അടിച്ചേക്കണം ഒരു ഇതായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന്, അപ്പോൾ ഇത് അഴിക്കുമ്പോഴൊക്കെ എൻ്റെ പ്രാർത്ഥന ദൈവം ഇത് എനിക്ക് കറക്റ്റ് ആവണേന്നാണ്. എടുത്തിട്ടപ്പോൾ കറക്റ്റ്. അങ്ങനെ ആ ഡ്രസ്സിട്ട് സ്റ്റെഫിയൊക്കെ കോസ്റ്റ്യൂം ചെയ്തതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സ്റ്റെഫി എനിക്കിത് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇത് മാത്രം ഇട്ടുണ്ട് ഇത് കീറിപ്പോവില്ലേ, 10-15 ദിവസം ഷൂട്ടുള്ളതല്ലേ. ഞാൻ പറഞ്ഞു ഇതെനിക്ക് തയ്പ്പിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് ഇതുപോലത്തെ തോർത്ത് മേടിച്ചിട്ട് തോർത്തൊക്കെ ഇട്ടിട്ടാണ് ഡ്രസ്സ് ഉണ്ടാക്കുന്നത് ചോദിച്ചു. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അയാളുടെ കോസ്റ്റ്യൂമിന്. അങ്ങനെയാണ് അതിൻ്റെ പിന്നാമ്പുറ കഥ. VKP-യോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഇത് ഈ അറ്റയറിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പല ഡയറക്ടേഴ്സിനും പല സ്റ്റൈലിലായിരിക്കുമല്ലോ ആക്ടേഴ്സിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ അങ്കുർ അവതറിൻ്റെ കേസ് വരാൻ നേരത്ത് അമൽ നീരദ് എന്ന് പറഞ്ഞ ഡയറക്ടർ എങ്ങനെയായിരുന്നു ആ ക്യാരക്ടർ ബ്രീഫ് ചെയ്തതും അത് ചേട്ടൻ്റെ വക വല്ല ഇൻപുട്ട് ഉണ്ടായിരുന്നു? പിന്നെ അതുമാത്രമല്ല ആ ഒരു സ്വർണ്ണ പല്ലൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയും പരിപാടിയും. അപ്പോൾ ആ ഒരു സറ്റിൽ ചിരിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? അമൽ മച്ചാനൊരു കഥ പറയണ്ടോ വെച്ചാണ് പറഞ്ഞു. കമൽ പറയുമ്പോൾ രസമാണ്. ആദ്യം ഒന്നുമില്ല എന്ന് പറയുള്ളൂ, ഒന്നുമില്ല മച്ചാനൊരു കഥ പറയണ്ടോ വെച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മച്ചാനെ നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രാർത്ഥന മൊത്തം ദൈവം അമൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കരുത്, കഥ എക്സൈറ്റ് ചെയ്യിക്കണേ. കാരണം അമലിനെ ഞാൻ ഓൾറെഡി എക്സൈറ്റഡാ. അപ്പോൾ കഥ എന്നെ എക്സൈറ്റ് ചെയ്യിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ബാധ്യതയായി മാറും ആ സെറ്റിൽ, അത്രേ ഉള്ളൂ. അങ്ങനെ പോയി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അമൽ വന്നിട്ട് പറഞ്ഞു ഒന്നുമില്ല മച്ചാനെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ക്യാരക്ടർ ഇതാണ്, ഇയാൾ ഇന്നതാണ് ക്യാരക്ടർ, സ്വന്തം അപ്പനെ വരെ കൊന്നിട്ടുള്ള ആളാണ്, ഐറ്റം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഫുള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് മച്ചാനെ ക്യാരക്ടറൈസേഷൻ, ഇങ്ങനെയൊക്കെയാണ് പരിപാടി എന്ന് പറയും. മച്ചാൻ വില്ലനാണ്, അപ്പോൾ അതാണ് ഓപ്പോസിറ്റ്, ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ത് ബുദ്ധിമുട്ട്, നമുക്ക് ചെയ്യാം, ഒന്നും പ്രതി കൈ കൊടുത്തു.
അങ്ങനെ അങ്കൂർ റാവുത്തർ എന്നാണ് പേരെന്നൊക്കെ പറഞ്ഞ് സംഭവം വന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ തോന്നി, ഇയാളുടെ ഒരു പഴയ കാലമാണല്ലോ. എൻ്റെ അമ്മയുടെ അപ്പന് സ്വർണ്ണപ്പല്ലുണ്ടായിരുന്നു. ഇപ്പോൾ അതാണോ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ പഴയ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ, കാരണം റിച്ച് ആകുമ്പോഴത്തേക്ക് അതൊക്കെ വെച്ചിട്ടാണ് ഇവരുടെ റിച്ച്നെസ് കാണിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു സ്വർണ്ണപ്പല്ല് നമ്മുടെ ഒരു കോരോത്ത് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുണ്ട്, മൂപ്പരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ഞാൻ ഈ സംഭവം ചെയ്യിച്ച് വെച്ച്, ഞാൻ അമലിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോൾ കാരണം എന്നറിയോ, അരപ്പണി ആശാനം കാണിക്കരുതെന്ന് പറഞ്ഞ പോലത്തെ കാര്യമാണ്. ഞാൻ വിളിച്ചൊരു സ്വർണ്ണപ്പല്ല് വേണ്ട ആശാനെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പോയി. കാരണം പിന്നെ ഞാൻ അത് കൊണ്ടുപോയി കഴിഞ്ഞാണെങ്കിൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോകും, അതൊക്കെ ഭയങ്കര ബോറായി പോകും എന്ന് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ട് കാണിക്കുക എന്നുള്ളിടത്താണ് കാര്യം. ഞാൻ ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളും അവർ തന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഈ പല്ലും വെച്ചിട്ട് കൊണ്ട് കാണിച്ചിട്ട് അടുത്ത് പോയിട്ട് ഇങ്ങനെ ചിരിച്ച്, ആ അച്ഛൻ ഈ പരിപാടി കൊള്ളാലോ, ഇത് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു, ഇത് പൊളിപ്പരിപാടിയാണ്, ഇത് പിടിക്കാം. അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് തന്നെ ശ്യാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ ഒരുപാട് എന്നെ ഇത് പാത്തിരിക്കാൻ സ്വർണ്ണപ്പല്ല് വെച്ച ഒരു സ്വർണ്ണപ്പല്ല് വെച്ച ഒരാളെ ഞാൻ ആദ്യമായിട്ട് ശവന്തീനെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർ. ഈ അങ്കൂർ റാവുത്തർ ഭയങ്കര ചെറിയ മനുഷ്യനാണല്ലോ. അതെ, അയാളുടെ ഓപ്പോസിറ്റ് വരുന്നവരെല്ലാം ഭയങ്കര ഭീകരന്മാരാണ്, വലിയ ശബ്ദം കൊണ്ടൊക്കെ. ലാല് വരുന്നുണ്ട്, ജിനു വരുന്നുണ്ട്, ചെമ്പൻ വരുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം വരച്ച വരയിൽ നിർത്തുന്നത് ഫിസിക്കലി വളരെ ചെറുതായ അങ്കൂർ റാവുത്തറാണ്. അപ്പോൾ ഇത്തരം സ്ക്രീൻ മൊമെന്റ്സ്, ഭയങ്കര ഫിസിക്കലി ഭയങ്കര വലിയ മനുഷ്യരുടെ ഒപ്പം അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് പെർഫോം ചെയ്യുന്നത്, അത്തരം സീനുകളെ, അത്തരം സ്ക്രീൻ മൊമെന്റുകളെ എങ്ങനെയാണ് കാണുന്നത്? ശരീരം കൊണ്ടല്ലേ ചെറുത്, ഹൃദയം കൊണ്ട് ഇയാൾ, അല്ലെങ്കിൽ മനസ്സുകൊണ്ടൊക്കെ ഇയാളെക്കാളൊക്കെ വലുതാണ് എന്നുള്ള ചിന്തയും ഒക്കെ ഉള്ള ഒരാളാണ്. ഇയാളുടെ ഇരിപ്പിലൊക്കെ അതാണല്ലോ. ഇയാളുടെ മനസ്സിൽ തന്നെ, എടാ നീ ഒരു 100 ഏക്കർ സ്ഥലമല്ലേ കണ്ടിട്ടുള്ളൂ, നമ്മൾ കളിക്കുന്നത് വേറെ ലെവലിലാണ്, നീ എന്തറിഞ്ഞിട്ട് ഈ പറയണേ, ഞാൻ കണ്ടിട്ടില്ല ലോകത്തിൻ്റെ 4 നീ കണ്ടിട്ടില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡും നോട്ടമാണ് ഇയാൾക്ക്. ഇയാളെ സംബന്ധിച്ച് ക്രിമികളാണ് ഇവരൊക്കെ. ഇയാളുടെ വേൾഡിൽ ഇയാൾ ഭയങ്കര ഹീറോ ആണ്, അതാണ് ഇയാളുടെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ഇയാൾ എന്ത് പറഞ്ഞാലും ചിരിച്ച്, ഭയങ്കര സട്ടിലായിട്ട് തന്നെയാണ് ഇയാൾ ചിരിച്ച് പോകുന്നത്. മേ ബി അതെ. അപ്പോൾ ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറൈസേഷൻ ആണ്. അപ്പോൾ ഇയാളുടെ മനസ്സിൻ്റെ വലിപ്പമാണ് ആളുടെ ശരീരത്തിന് വലിപ്പം കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. ചേട്ടാ, ഈ ഷാജി പാപ്പൻ കേരളം മൊത്തം ആഘോഷിച്ച ഒരു ക്യാരക്ടറാണ് ഷാജി പാപ്പൻ. അപ്പോൾ മിഥുൻ മാനുവൽ തോമസിനെ പോലെ ഒരു പുതിയ ഡയറക്ടർ അങ്ങനെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് ധൈര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ക്യാരക്ടർ ഭയങ്കര ഒരു ബാലരമയിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് ഫ്ലേവേഴ്സും ഒക്കെ ഉള്ള ക്യാരക്ടറാണ്. ഈവൻ അതിൻ്റെ അറ്റയർ തൊട്ട് വേഷം മുറുക്കുക, ഭയങ്കര ഒരു മെയിൽ ഷോവനിസം ഉള്ളൊരു ക്യാരക്ടറിന് നടുവേദന, അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് പരിപാടിയൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ പുള്ളി വന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് കൺസീവ് ചെയ്തത്, എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയത്? ആദ്യം സാൻഡ്ര തോമസാണ് പറയണേ, ചേട്ടാ ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, സ്ക്രിപ്റ്റ് വായിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞ് സ്ക്രിപ്റ്റൊക്കെ വെച്ച് ആദ്യത്തെ ഫസ്റ്റ് വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്കത് എന്തുകൊണ്ട് കണക്റ്റ് ആവുന്നില്ല, ഞാൻ ചെയ്ത് ശരിയാവൂ എന്നുള്ളൊരു ഒരു സുഖക്കുറവ്, എന്തോ ശരിയാവുന്നില്ല എനിക്ക്. ഇയാളെ കിട്ടുന്നില്ല, എല്ലാവരും പാപ്പാന്നൊക്കെ വിളിക്കണം. അപ്പോൾ അത്രയൊക്കെ ധർമ്മജനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, അത് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അത്രയും പ്രായമുള്ള ആളൊക്കെ എന്നെ പാപ്പാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, സൈജു കുറുപ്പ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് വിശ്വസിക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്തോട്, സാറിന് ഞാനിത് കറക്റ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ആളെ കിട്ടുന്നില്ല. ആണോ ചേട്ടനാണ് നമുക്ക് മനസ്സിലുള്ളത്. ഞാൻ പറഞ്ഞു അത് എനിക്ക് തോന്നണല്ലോ സാൻഡ്ര, അതൊക്കെ പറഞ്ഞ് ഞാൻ എന്തോ വിട്ടുമെന്ന് തോന്നുന്നു. പിന്നെയും കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും കറങ്ങി തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഒന്നും കൂടി ഞാൻ വായിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഇരുന്ന് വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അയാളെ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈവൻ എന്നെ ഷൂട്ടിൻ്റെ തലേ ദിവസം എനിക്ക് ആളെ അങ്ങോട്ട് പൂർണ്ണമായിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷേ രൂപം കിട്ടി, രൂപം ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയായിരിക്കും. മിഥുൻ ഒരു കാര്യം പറഞ്ഞോളൂ, ചേട്ടാ ഒരു നിര വേണം. ഞാൻ പറഞ്ഞു കൊമ്പം മീശ കൊടുക്കുക. ചേട്ടാ ഒന്നും വേണ്ട ചേട്ടാ. ഞാൻ പറഞ്ഞു ഇല്ലടാ, നീ എന്നെ നീ വിശ്വസിക്കുക, അത് കറക്റ്റായിരിക്കും. അങ്ങനെ കൊമ്പം മീശയൊക്കെ വെച്ച് ഇയാൾക്കൊരു ഒരു കോസ്റ്റ്യൂം പിടിക്കാമെന്ന് തോന്നി. അങ്ങനെ ഒരു ബ്ലാക്കും റെഡും മുണ്ടും എല്ലാം കൊണ്ടുവന്ന് അങ്ങനെയാണ് ആ ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കിയത്. പിന്നെ അത് എന്തോ പിന്നെ എനിക്ക് എവിടെയോ വിശ്വസിക്കാനൊക്കെ നമുക്കും തോന്നി. അപ്പോൾ അങ്ങനെയാണ് ആ ക്യാരക്ടർ ഉണ്ടായത്. പിന്നെ സെക്കൻഡിലേക്ക് വന്നപ്പോൾ ഒബ്വിയസ്ലി അത് വേറെ ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ് ഈ പറഞ്ഞ പോലെ. പക്ഷേ അതിൻ്റെ അത് ഏറ്റവും വലിയ റിസ്ക്കുണ്ട്, ഭയങ്കര റിസ്ക്കുള്ള ക്യാരക്ടർ. എന്ന് വെച്ചാണെങ്കിൽ ഒരേ സമയം മാസമാണ് മണ്ടനുമാണ്, ഇത് രണ്ടും കാണിക്കണം. അപ്പോൾ അതിന് ഭയങ്കര ഒരു ഇതാണ്, ഒരു നാരോ പാത്താണ്. കാരണം നമ്മൾ മണ്ടത്തരം മാത്രം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസിനെ വിശ്വസിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മാസ് മാത്രം കാണിച്ചാൽ മണ്ടത്തരം കാണിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്.
അത് ഒരുപക്ഷെ അത് എഴുത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഗുണമായിരിക്കും. അതെന്തോ ചെയ്യാൻ പറ്റി. അത് ഈ പറഞ്ഞ പോലെ ഒരു കാർട്ടൂണിഷ് സ്വഭാവമുള്ളൊരു ക്യാരക്ടറാണ്. ചേട്ടാ ഈ ആട് 1 തിയേറ്ററിൽ അങ്ങോട്ട് വർക്കായില്ല. അപ്പോൾ ഈ ആട് 2 ചെയ്യാൻ പോകുമ്പോൾ എത്ര കണ്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കഥാപാത്രത്തിലും ഡയറക്ടറിലും ഒക്കെ? അവനിലൊക്കെ എനിക്ക് വിശ്വാസമല്ലേ. കാരണം അത് സിനിമ കഴിഞ്ഞ് പടം വർക്കൗട്ടൊന്നും ആയില്ല. അതിനുശേഷം പക്ഷേ യൂട്യൂബിൽ എമ്മാതിരി ഹിറ്റ്, ആളുകൾ ചോദിക്കുന്നു. അപ്പോൾ ആളുകളുടെയൊക്കെ നിർബന്ധപ്രകാരം നിങ്ങൾക്ക് അതൊന്നും കൂടി ചെയ്തുകൂടെ വേറെ രീതിയിൽ, അങ്ങനെ നിർബന്ധപ്രകാരം ചെയ്ത സിനിമയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അവൻ അതിൻ്റെ കുറേ എലമെൻറ്റ്സ് വേറൊരു സിനിമയ്ക്ക് വേണ്ടി അവൻ എന്തോ എഴുതിയത് മിഥുൻ. അതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്തിട്ടാണ് ആട് 2 ഉണ്ടായത്. പക്ഷേ അതിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത്. ഇപ്പോഴും ആ ഒരു സെറ്റിലെ ഒരു വൈബ് ഉണ്ടല്ലോ, അത് എപ്പോഴും നമ്മുടെ സിനിമയിലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഭയങ്കര ഡിസ്കഷൻ, എല്ലാ സീനും നമ്മൾ ചിരിച്ചുകൊണ്ട് എടുക്കണത്. എത്രയോ സീൻ നമ്മൾ ചിരിച്ചിട്ട്, ധർമ്മനൊക്കെ ചില സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ നിൽക്കാൻ പറ്റില്ല ധർമ്മൻ്റെ മുമ്പിൽ. അമ്മാതിരി ഹ്യൂമർ സെൻസ് ഉള്ള ആളും ഇതൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ കുറേ സീനൊക്കെ ഇതിനൊക്കെ തന്നെ ചിരിച്ചിട്ട് ഓടിയിട്ടുണ്ട്. ചിലത് നമ്മൾ തന്നെ വൺ മോർ സോറി ഒന്നും പറ്റാതെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രസമുള്ളൊരു ടീം വർക്കും കാര്യങ്ങളും, നല്ല സ്ക്രിപ്റ്റും ആയിരുന്നു സെക്കൻഡിൻ്റെ. അതൊക്കെ കൂടി കണ്ടിട്ടാണ് അത് ഹിറ്റായെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ പുണ്യാളൻ അഗർബത്തീസ്, ജോയ് താക്കോൽക്കാരൻ, എനിക്ക് ആ ക്യാരക്ടർ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജയേട്ടൻ്റെ കുറേ ഫ്ലേവേഴ്സ് ഉള്ള പോലെ എനിക്ക് തോന്നി. കാരണം ജയേട്ടനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടതും കേട്ടതും ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞൊരു സംസാരമായിരിക്കും ജയേട്ടൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കുമ്പോൾ. അത് ഒരുപാട് ആ ക്യാരക്ടറിൽ ഭയങ്കരമായിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ പടം കാണുമ്പോഴൊക്കെ എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആ ക്യാരക്ടർ തന്നുകൊണ്ടിരിക്കും. ആ ഒരു ക്യാരക്ടറിനെ വർക്ക് ചെയ്തത് എങ്ങനെയായിരുന്നു? ആ ഒരു ക്യാരക്ടർ ഐ മീൻ ലൈക്ക് ചെയ്യണമെന്ന് തോന്നിയിലേക്ക് ഇയാൾ വന്ന് പറയുമ്പോണ്ടല്ലോ, രഞ്ജിത്ത് ഈ കഥ വന്ന് പറയുമ്പോഴത്തേക്കും അന്ന് പരിചയമൊന്നും രഞ്ജിത്ത് മെയ്ഫ്ലവർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്കഷനുമായിട്ട് ആദ്യം രഞ്ജിത്തിനെ പരിചയപ്പെടുന്നത്. മെയ്ഫ്ലവർ അതിൻ്റെ അഡ്വാൻസ് ഒക്കെ തന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാൾക്കത് വർക്കൗട്ട് ആയില്ല, ഞാൻ അഡ്വാൻസ് തിരിച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ വെച്ചു ഇനിയിപ്പോൾ വിളിയൊന്നും പിന്നെ വന്നിട്ടില്ല. അപ്പോഴാണ് അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ രഞ്ജിത്ത് എൻ്റെ ഏതൊരു ഇൻ്റർവ്യൂ കണ്ടു കണ്ടിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അത് പറഞ്ഞിരുന്നു, അങ്ങനെ ഞാൻ ഇനി സിനിമയൊന്നും ചെയ്യുന്നില്ല, നല്ല സിനിമകളാണെങ്കിൽ ചെയ്യുന്നുള്ളൂ എവിടെയോ പറഞ്ഞു വന്നു. അപ്പോൾ ആ മണ്ടത്തരം കേട്ടിട്ട് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി ഇങ്ങനെ പുണ്യാളൻ്റെ ഒരു കഥയാണ്, ഇങ്ങനെ ഒരു സാധനമാണ് എന്ന് പറഞ്ഞു. പുണ്യാളൻ്റെ എന്ന ടൈറ്റിലൊന്നുമില്ല, ഇങ്ങനൊരു കഥയാണ്, ആനപ്പിണ്ടത്തിൽ നിന്ന് ചന്ദനത്തിന് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ലൈനാണ് പറഞ്ഞത്. അപ്പം തന്നെ അതിൻ്റെ അകത്തൊരു ഭയങ്കര ഹ്യൂമർ സാധ്യതയും എന്തുമാത്രം സാധ്യതകൾ ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പോൾ കൊള്ളാം, ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അയാളുടെ കഥ പോലെ പറയുകയും ചെയ്തു, ഇരുന്ന് വർക്ക് ചെയ്യണം ചെയ്യാം, പക്ഷേ ഇതാണ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ഉഗ്രനാണ്, പിടിക്കാം. അപ്പോൾ അടുത്ത ചോദ്യം, നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്താലോ? ഒരിക്കലും ഇല്ലാത്തൊരു ചോദ്യം. ഇങ്ങനെ കുറച്ച് സമയം എടുത്ത് ഞാൻ പറഞ്ഞു ചെയ്യാം. അതെന്തിനാണെന്ന് എനിക്കൊന്നും അറിയില്ല, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതെന്തൊരു കോൺഫിഡൻസാണ്, അയാളിലുള്ള കോൺഫിഡൻസ്. എനിക്കിങ്ങനെ ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുള്ള ആളൊന്നും അല്ല ഞാൻ. പ്രൊഡ്യൂസർ അങ്ങനെ എക്സൈറ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഞാൻ അയാളായതിൻ്റെ പേര് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഡിസ്കഷൻ തുടങ്ങി. അപ്പോൾ എന്തോ ഒരു പേരായിരുന്നു ഇയാളുടെ പേര്, വേറെ എന്തോ ഒരു തരം പേരായിരുന്നു. ഞാൻ പറഞ്ഞല്ല, തൃശ്ശൂരെല്ലാം കൂടുതലും ക്രിസ്ത്യൻസാണ്, നമുക്കൊരു അങ്ങനത്തെ ഒരു പേരിടാം. അപ്പോൾ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ് തൃശ്ശൂരിൽ ജോയേട്ടൻ, നമുക്ക് ജോയ് എന്നിടാം ആന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ജോയ് എന്നുള്ള പേരും ഇട്ട് പിന്നെ നമ്മൾ ഈ സ്ക്രിപ്റ്റിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തു. അപ്പം എനിക്ക് ചെറിയൊരു ദുബായ് യാത്ര ഉണ്ടായിരുന്നു. പോയപ്പോഴത്തേക്ക് ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ചൊരു പെൺകുട്ടിങ്ങനെ ഓടി വന്നു. ചേട്ടാ എന്തിനാ ചേട്ടാ എന്തിനിവിടെ? ഞാൻ പറഞ്ഞു ഷോപ്പിംഗ് മാളിൽ വെറുതെ ഈ പറഞ്ഞ പോലെ സാധനം മേടിക്കാനല്ലോ വരെ. എന്നുവെച്ചാൽ തൃശ്ശൂർ എവിടെയാണ് സ്ഥലം? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു ബെസ്റ്റ് ഭാഷ കേട്ടാ മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ എന്താ പേര്? എൻ്റെ പേര് ജീനാന്നാണ്, ജീന താക്കോൽക്കാരൻ. കൊള്ളല്ലോ. ഞാൻ പറഞ്ഞു ഈ താക്കോൽക്കാരനെ ഞാനൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ, അത് ചിലപ്പോൾ ആവശ്യം വരും, ഏതെങ്കിലും സിനിമയിൽ പ്രതീക്ഷിക്കാം, എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞു, ഒരു താക്കോൽക്കാരൻ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ജോയ് താക്കോൽക്കാരൻ എന്നിടാം പേര്. അങ്ങനെയാണ് താക്കോൽക്കാരൻ ഇട്ടത്. ഇതുപോലെ തന്നെ ടൈറ്റിൽ ഇതുപോലെ തന്നെ ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പുണ്യാളൻ എന്നുള്ള പേരിട്ടത്. ഞാൻ പറയും പുണ്യാളൻ എന്നുള്ള പേര് എങ്ങനെയുണ്ട്, ഇയാളുടെ പുണ്യാളൻ എന്നുള്ള ഒരു അഗർബത്തീസ് നമുക്ക് ഇത് ചെയ്താലോ? അപ്പോൾ അയാൾ പറഞ്ഞു പുണ്യാളൻ മാത്രമായി കഴിഞ്ഞ സുഖമില്ല, നമുക്ക് അഗർബത്തീസും കൂടി ഇടാം. എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ എന്തോ ഒരു സുഖം തോന്നിയില്ല, പുണ്യാളൻ അഗർബത്തീസ്. ഞാൻ പറഞ്ഞ രസമായിരിക്കും അല്ലേ, എഴുതി വരുമ്പോൾ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് പുണ്യാളൻ അഗർബത്തീസ് രണ്ടും കൂടി വെച്ചിട്ട് അങ്ങനെയാണ് ആ പേര് വരണത്. അപ്പം ഇങ്ങനെ ഈ രഞ്ജിത്തിൻ്റെയും വലിയൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നമുക്കിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും, ഇരുന്ന് ക്യാരക്ടർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇരുന്ന് സംസാരിച്ച് അയാളും കുറേ പരിപാടിയായിട്ട് വരും, ഞാനും കുറേ എനിക്ക് പറ്റുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് പോകും. ആ ഡിസ്കഷനിലൂടെയാണ് ആ ക്യാരക്ടർ രൂപപ്പെട്ടിട്ടുള്ളത് എല്ലാം. ഇപ്പോൾ പുണ്യാളനാണെങ്കിലും മേരിക്കുട്ടിയാണെങ്കിലും പ്രേതമാണെങ്കിലും എല്ലാം സണ്ണി ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ഹെൽത്തി ഡിസ്കഷൻ. എഴുത്തിൽ തന്നെ
ചേട്ടൻ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഫ്ലോയും പരിപാടികളൊക്കെ പുള്ളിക്കും ഒരു മ്യൂച്വൽ പരിപാടി ആയിരിക്കും. അതെ അതെ അതെ, സംസാരത്തിൽ തന്നെ അത് തെളിഞ്ഞു വരും, ക്യാരക്ടർ തെളിഞ്ഞു വരാറുണ്ട്. കാരണം ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ഫീൽ ചെയ്തു പടത്തില്ല. ഭയങ്കര നാച്ചുറലാണ് അയാൾ. അതെ. നാച്ചുറൽ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തു ജീവിതത്തിൽ വന്നാലും അതിനപ്പുറത്തൊരു സൈഡ് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾ. അയാൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ പടത്തിൽ ഞാനൊരു സാധനം നമ്മൾ ചെയ്തിരുന്നു, കട്ട് ചെയ്ത് കളഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ പറയാം. ഒരു സീനിൽ ഉറുമ്പിനെ ഇയാൾ കൈ ഇങ്ങനെ വയ്ക്കും. ഉറുമ്പിനെ കൈ കൊണ്ട് വയ്ക്കുമ്പോൾ ഉറുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏറ്റവും നമ്മളെ എന്തൊരു ചെറിയ സാധനമാണ്, ഉറുമ്പിൻ്റെ കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് പോകുന്ന ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും അത് തിരിച്ചു പോകില്ല. ആ ഉറുമ്പ് വഴി മാറി ഇങ്ങോട്ട് പോകും. നമ്മൾ കൈ വെച്ചോ വഴി മാറി ഇങ്ങോട്ട് പോകും, വീണ്ടും കൈ വെച്ചോ വഴി മാറി ഇങ്ങോട്ട് പോകും. അത് ലക്ഷ്യത്തിലേക്ക് പോകുള്ളൂ, ഒരിക്കലും തിരിച്ചു പോകില്ല. അതാണ് ശരിക്കും പറഞ്ഞ് അതിൻ്റെ അകത്തൊരു ഫസ്റ്റ് സീൻ ഉണ്ടായത്. അത് ഞാൻ ലാഗ് വരുമെന്ന് വിചാരിച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത് അല്ലേ. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മളൊക്കെ എന്ന് പറയുന്നൊരു സാധനം അതിനകത്ത്. ജോയിയെ പറ്റി പറഞ്ഞപ്പോൾ ജോയില് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഇത്തരം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ജയസൂര്യയിൽ നിന്നും ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ജിലേബി ആവട്ടെ, ജനപ്രിയനാവട്ടെ, വളരെ നന്മ നിറഞ്ഞ ഈ നന്മമരം അല്ലെങ്കിൽ ആ ഒരു ടേമിനപ്പുറം ഇത്തരം കഥാപാത്രങ്ങള് അതെപ്പോഴെങ്കിലും ഒരു ബാധ്യതയായിട്ടുണ്ടോ? എന്തിനാ അത് അങ്ങനെ ചിന്തിക്കുന്നത്? അത് ഓരോരുത്തർക്ക് കാണുന്ന രീതിയല്ലേ. നന്മ ഇത്രയും മോശപ്പെട്ട കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ ലൈഫിൽ വേണ്ടത് ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ വേറെ രീതി കാണുന്നവരുണ്ടാവാം, അത് അവരുടെ മനസ്സിൻ്റെ വലിപ്പം പോലെ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ പേര് കേൾക്കുന്ന എവിടെ നിന്നറിയോ, രാപ്പുകൾ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞപ്പോഴാണ് മമ്മൂക്കയുടെ പടം കണ്ട് ഞാൻ നല്ല വാക്കായിട്ട് എടുത്തത്. ആ കുടുംബത്തിൻ്റെ അതിൻ്റെ പോസ്റ്ററും അങ്ങനെ എന്തോ ആയിട്ടാണ് വന്നത്. ആ കുടുംബത്തിൻ്റെ ഒരു നന്മമരമായിട്ടാണ് അദ്ദേഹം നിലകൊണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടോ, ഞാൻ നല്ലൊരു വാക്ക്. അത് പിന്നെ ഇത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പടർന്നു വന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇപ്പോൾ ഈ നന്മ എന്ന് പറഞ്ഞ പടം, പുണ്യാളൻ അഗർബത്തീസ് ആയിക്കോട്ടെ, മേരിക്കുട്ടി ആയിക്കോട്ടെ, സൂസു ആയിക്കോട്ടെ, നമുക്കറിയാത്തൊരു കാര്യമുണ്ട്, എത്ര പേരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നറിയോ. ഒരുപാട് പേരുടെ ബിസിനസ് ഐഡിയ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് പോയ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ടേ. മേരിക്കുട്ടി അവർ പറയുന്നത് ധൈര്യത്തോടു കൂടി ഞങ്ങൾ ടോയ്ലറ്റിൽ കയറി എന്ന് പറഞ്ഞു. നമുക്ക് ഏറ്റവും ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞു. ഒന്ന് സൂസു സുതിവാത്മികം സ്റ്റാമറിങ് ഉള്ള ആളുകൾ അവൾ പറയാണ്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോഴും വിൽക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. സംഭവം നമുക്ക് കേൾക്കുമ്പോണ്ടല്ലോ, അയ്യോ എനിക്ക് എന്തോ അത് ഒരു സിനിമ കൊണ്ട് ഒരാളെ മാറ്റാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാളല്ല മാറുന്നത്, അയാളുടെ ഫുൾ തലമുറയാണ് മാറുന്നത്. അപ്പോൾ അങ്ങനെ എത്രയോ ഇങ്ങനത്തെ സിനിമകളുകൊണ്ട് എത്രയോ പേരെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സിനിമയുടെ ഏറ്റവും വലിയ നന്മയല്ലേ. അതൊന്ന്. നമ്മൾ ചെയ്യുന്ന കർമ്മം ഏതെങ്കിലുമൊക്കെ ആക്ടേഴ്സിന് എനിക്ക് ഇതുപോലത്തെ ഒരു ആക്ടർ ആവണമെന്ന് തോന്നിയാൽ അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടും ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മമ്മൂക്കാനെ പോലെ ലാലേട്ടനെ പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് വെച്ചതിൻ്റെ പേരിൽ ആ സ്നേഹം എന്നിലേക്ക് കുത്തിവെച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഇതുപോലെ നമുക്കും പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്താ. എന്തൊരു വൃത്തിയുടെ കരച്ചിലായിരുന്നു അറിയോ. എൻ്റെ പുലുവാൽക്കനിയുടെ സിനിമ കണ്ടിട്ടുണ്ടോ? അയ്യോ ഒറ്റ തള്ള സഹിക്കില്ല. അത് സത്യം. ചതിക്കാത്ത ചന്തയിലൊക്കെ എനിക്ക് ഇത്തിരി ബോറാന്നറിയും. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ, അത് കരയാണ്, നമ്മളെ കരയാണ്. പക്ഷേ എന്നുവെച്ചാൽ അത് മുഖം കൊണ്ട് കരയാണ്. വ്യത്യാസം ഇന്ന് ഹൃദയം കൊണ്ടാണ് കരയുന്നത്.